ഓം നമശ്ചണ്ഡികായൈ. ദേവി മഹാത്മ്യം. ഇവിടെ പ്രഥമചരിതം ആരംഭിക്കാൻ തുടങ്ങുന്നു. പ്രഥമോധ്യായഃ. ഒന്നാം അധ്യായം. മധുകൈടഭവധഃ. മധുകൈടഭവധം. സൂത ഉവാച. സൂതൻ പറഞ്ഞു, തപസ്യന്തം മഹാത്മാനം മാർക്കണ്ഡേയം മഹാമുനിം വ്യാസശിഷ്യോ മഹാതേജാ ജൈമിനീ പര്യപൃച്ഛത. ജൈമിനിരുവാച. ജൈമിനി പറഞ്ഞു, മാർക്കണ്ഡേയ മഹാപ്രാജ്ഞ സർവശാസ്ത്രവിശാരദ ശ്രോതുമിച്ഛാമ്യശേഷേണ ദേവീ മഹാത്മ്യമുത്തമം. മഹർഷേ കഥയോത്പത്തിം ചണ്ഡികായാ സവിസ്തരം യേദം സകലം വ്യാപ്തം ത്രൈലോക്യം സചരാചരം. ഇവിടെ ഞാനിപ്പോൾ ഈ 3 ശ്ലോകങ്ങൾ ആമുഖമായി ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ഈ 3 ശ്ലോകങ്ങളിലും കൂടി വ്യാസശിഷ്യനും മഹാതേജസ്വിയുമായ ജൈമിനി മഹർഷി തപസ്വിയും മഹാത്മാവും മഹാമുനിയുമായ മാർക്കണ്ഡേയനോട് ഇപ്രകാരം പറഞ്ഞു. മഹാപ്രാജ്ഞനും സർവശാസ്ത്ര വിശാരദനുമായ മാർക്കണ്ഡേയ, ഉത്തമമായ ദേവീ മഹാത്മ്യം പൂർണ്ണമായി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സചരാചരമായ ത്രൈലോക്യം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ചണ്ഡികാദേവിയുടെ ഉൽപ്പത്തി സവിസ്തരം എനിക്ക് പറഞ്ഞു തന്നാലും. ജൈമിനി മാർക്കണ്ഡേയനോട് ചെയ്ത അഭ്യർത്ഥന സൂതൻ പറയുന്നതായി ഇവിടെ അവതരിപ്പിക്കുന്നു. വ്യാസശിഷ്യനായ ജൈമിനി തൻ്റെ ഗുരുവായ വ്യാസനിൽ നിന്ന് സർവശാസ്ത്രങ്ങളും അഭ്യസിച്ച ശേഷം മാർക്കണ്ഡേയ മഹർഷിയോട് ചില സംശയങ്ങൾ ചോദിച്ചു. മഹർഷി താൻ ഭാഗുരിയുമായി നടത്തിയ സംവാദം കേട്ടിരുന്ന 4 പക്ഷികളെ കൊണ്ട് ഉത്തരം പറയിച്ചു. അതിൽ മന്വന്തരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയുടെ ഭാഗമായാണ് ദേവീ മാഹാത്മ്യം വിവരിക്കുന്നത്. മാർക്കണ്ഡേയൻ ഭാഗുരിയോട് പറയുന്ന രീതിയിൽ പക്ഷികൾ ജൈമിനി മഹർഷിയെ കേൾപ്പിക്കുന്നു. ഇവിടെ ഭാഗുരി മുനിയാണ്. അദ്ദേഹം ഗൗഡീയ വൈഷ്ണവ ആചാരത്തിൽപ്പെട്ട മുനിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്കോളറാണ് അദ്ദേഹം. അവിടുത്തെ സഭാ എന്താ പറയുക പണ്ഡിതനാണ്. അപ്പോൾ ലൈല അങ്ങനെ എന്തോ ആണ്, വജ്രലീല ബ്രജലീല എന്തോ പറയുന്നുണ്ട്, അങ്ങനെ ഒന്നാണ്. അപ്പം അതിലെ ഒരാളാണ് ഭാഗുരി മുനി. മാർക്കണ്ഡേയ ഉവാച. മാർക്കണ്ഡേയൻ പറഞ്ഞു. ശ്ലോകം 1. സാവർണി സൂര്യതനയോ യോ മനുഃ കഥ്യതേഷ്ടമഃ നിശാമയ തദുത്പത്തിം വിസ്തരാദ്ഗതതോ മമ. ഇത് 2 ഇതുള്ളത്. ഞാനത് പറഞ്ഞുതരാം. ഓരോന്നിൻ്റെയും ബ്രാക്കറ്റിൽ ഓരോ നമ്പർ ഉണ്ടാവും. അതെല്ലാവരുടെയും പുസ്തകത്തിലുണ്ടോ എന്ന് നോക്കിയിട്ട് പറയണം. യഹ യാതൊരുവൻ, സൂര്യതനയഃ സൂര്യതനയാ സാവർണി സൂര്യപുത്രനായ സാവർണി, അഷ്ടമഃ മനു കഥ്യതേ 8ാമത്തെ മനു എന്നറിയപ്പെടുന്നു. തത് ഉത്പത്തിം അദ്ദേഹത്തിൻ്റെ ഉത്പത്തിയെ വിസ്തരാത് ഗതതഃ വിസ്തരിച്ച് പറയുന്നു. മമ എന്നിൽ നിന്ന്, നിശാമയ കേൾക്കുക, എന്നിൽ നിന്ന് അതിനെ കേട്ടാലും.
എട്ടാമത്തെ മനു എന്ന് പറയപ്പെടുന്ന സൂര്യപുത്രനായ സാവർണിയുടെ കഥ ഞാൻ വിസ്തരിച്ചു പറയുന്നു, കേട്ടാലും. മരണമില്ലാത്ത മഹർഷിയാണ് മാർക്കണ്ഡേയൻ, സർവജ്ഞനുമാണ്. മൃഗണ്ടുവിൻ്റെ പുത്രനാകയാൽ ഈ പേര് അദ്ദേഹത്തിൻ്റെ നാമത്തോടുകൂടി സപ്തശതി ആരംഭിക്കുന്നത് മംഗളസൂചകം മാത്രമല്ല. അദ്ദേഹത്തിൻ്റെ നാമത്തോടു കൂടി സപ്തശതി ആരംഭിക്കുന്നത് മംഗളസൂചകം മാത്രമല്ല, മൃത്യു നിവാരകവും ആണ്. ലോകസംഗ്രഹാർത്ഥമായി ദിവ്യവും മന്ത്രബദ്ധവുമായ ഈ കൃതി നമുക്ക് തന്നതും മാർക്കണ്ഡേയ മഹർഷിയാണ്. 700 മന്ത്രങ്ങളുള്ള സപ്തശതിയുടെ ആദ്യ മന്ത്രമാണ് മാർക്കണ്ഡേയ ഉവാച എന്നത്. സവർണിയുടെ പുത്രൻ സാവർണി ഭർത്താവായ സൂര്യനോട് സമാനമായ വർണ്ണമുള്ളവളാകയാൽ സവർണ, വർണ്ണത്തോടു കൂടിയവൾ, സ്തുതിക്കപ്പെടുന്നവൾ എന്നും അർത്ഥം. മനുക്കളിൽ 8 മുതൽ 12 വരെയുള്ളവർ സവർണയുടെ മക്കളാണ്. സവർണയുടെയും സൂര്യൻ്റെയും പുത്രനാകയാൽ സാവർണി, സൂര്യതനയ എന്ന് പ്രയോഗം. മനുഷ്യരുടെ ആദ്യ പിതാക്കളായി കൽപ്പിക്കുന്ന 14 പേരെ പൊതുവെ കുറിക്കുന്ന പദമാണ് മനു. ഇവർ ഓരോരുത്തരും ഓരോ മന്വന്തരങ്ങളുടെ അധിപന്മാരുമാണ്. ഇനി ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെ കൽപ്പകാലം എന്ന് പറയുന്നു. ഒരു കൽപ്പകാലത്തെ 14 ആയി വിഭജിച്ചിരിക്കുന്നു. ഇതിലെ ഓരോ വിഭാഗത്തെയും മന്വന്തരം എന്ന് പറയുന്നു. ഓരോ മന്വന്തരത്തിലും 71 ചതുർയുഗം ഉണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ഇവ ചേർന്നതാണ് ഒരു ചതുർയുഗം. ഇങ്ങനെ 71 ആവർത്തി, അതായത് 284 യുഗം കഴിയുമ്പോൾ ഒരു മനു നശിക്കുന്നു. അതോടുകൂടി ആ മനുവിൻ്റെ കാലത്തുള്ള ദേവന്മാരും നശിക്കുന്നു. ഈ കൽപ്പത്തിലെ 14 മനുക്കൾ സ്വയംഭുവൻ, സാരോജിഷൻ, ഉത്തമൻ, ഔത്തമി എന്നും പറയും, താമസൻ, രൈവതൻ, ചാക്ഷുഷി, വൈവസ്വതൻ, സാവർണി, ദക്ഷസാവർണി, ബ്രഹ്മസാവർണി, ധർമ്മസാവർണി, രുദ്രസാവർണി, രൗച്യസാവർണി, ഇന്ദ്രസാവർണി. ഇവിടെ ഞാനിത്തിരി കൂടുതൽ വിവരിച്ചു പറയാൻ കാരണം ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ശ്ലോകങ്ങളിലും അർത്ഥം, ആ അർത്ഥത്തിൻ്റെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതിലുണ്ടാകുന്ന ഉപകഥകളും, അപ്പം ഈ മനു ആരാണ്, അങ്ങനെയുള്ള ആ വംശത്തിൻ്റെ ഉൽപ്പത്തിയാണ് ഇവിടെ സൂചിപ്പിച്ചത്. 1-ാം ശ്ലോകത്തിലെ മന്ത്രോദ്ധാരം മാതൃകയ്ക്കായി ചേർക്കുന്നു. ബ്രഹ്മശ്രീ കണ്ടിയൂർ ദേവശാസ്ത്രികളാണ്. മഹാദേവശാസ്ത്രികളുടെ ദേവീ മാഹാത്മ്യ വ്യാഖ്യാനത്തിൽ മന്ത്രോദ്ധാമം വിവരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് വിവരിച്ചിട്ടുണ്ട്. ഇവിടെ മന്ത്രങ്ങൾ നിർദ്ദേശിച്ചാൽ ഐം ഹ്രീം ക്ലീം ശ്രീം ക്ഷൗം ഗ്ലൗം ഗം സൗ ഈം ഐം ഇങ്ങനെയുള്ള 10 നാമങ്ങളെ കൊണ്ട്, 10 മന്ത്രങ്ങളെ കൊണ്ടാണ് ദേവിയെ ആദ്യമായി ആരാധിക്കുന്നത്. അതിനു മുൻപ് ഇപ്പോൾ വൈവസ്വത മന്വന്തരമാണ്. അടുത്ത മനുവാകാൻ പോകുന്ന സാവർണിയുടെ പൂർവകഥയാണ് ഇവിടെ പറയുന്നത്. 8-ാമത്തെ മനു എന്ന് പ്രസിദ്ധി നേടാൻ ഭാഗ്യമുള്ള സുരഥൻ്റെ കഥ. ദേവീ മഹാത്മ്യത്തിലെ എല്ലാ ശ്ലോകങ്ങളിലും ഉവാച എന്ന ചേർന്ന പ്രയോഗങ്ങളും മന്ത്രങ്ങളുമാണ്. മന്ത്രാക്ഷരബദ്ധമായി ശ്ലോകങ്ങൾ രചിക്കുന്നത് മഹർഷിമാർക്ക് മാത്രം സാധിക്കുന്ന ഒരു സിദ്ധിയാണ്. ആധുനികരിൽ ശ്രീ ശങ്കരാചാര്യരും മലയാള കവികളിൽ എഴുത്തച്ഛനും മാത്രമേ ഈ കഴിവുള്ളതായി അറിവുള്ളൂ. ഇനി
ഈ മന്ത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഐം ഹ്രീം. ഓരോന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഐം എന്ന മന്ത്രം മഹാസരസ്വതി ബീജം, ഹ്രീം എന്ന മന്ത്രം മഹാലക്ഷ്മി ബീജം, ക്ലീം എന്നുള്ളത് മഹാകാളി ബീജം, ശ്രീം എന്നുള്ളത് ലക്ഷ്മി ബീജം, ക്ഷൗം ക്ഷൗ ക്ഷ റ അപ്പം ക്ഷൗ എന്ന നരസിംഹി ബീജം, ഗ്ലൗം എന്നുള്ളത് വാരാഹി ബീജം, ഗം എന്നുള്ളത് ഗണപതി ബീജം, സൗ എന്നുള്ളത് പരാബീജം, ഈം എന്നുള്ളത് ത്രിപുരസുന്ദരി ബീജം, ഐം ഈം ഔ എന്നുള്ളത് ത്രിപുര കന്ധാചേതനീ മന്ത്രം, ത്രിപുര കന്ധാചേതനീ മന്ത്രം. അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ എല്ലാ ശ്ലോകങ്ങളിലും നിബന്ധിച്ചിട്ടുള്ള മന്ത്രാക്ഷരങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്ക് ജപിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ജപിക്കണമെന്നില്ല. ഗുരുപദേശം കിട്ടിയവർക്ക് പോലും ഒന്നോ രണ്ടോ മന്ത്രശ്ലോകങ്ങളുടെ രഹസ്യമേ അറിയാവൂ. ഇതെല്ലാം മന്ത്ര രഹസ്യങ്ങളാണ്. ഇതിനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം. അടുത്തത് നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകും. ശ്ലോകം 2. മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപഃ സ ബഭൂവ മഹാഭാഗഃ സാവർണിസ്തനയോ രവേ. സഹ രവേ തനയഃ മഹാഭാഗഃ സാവർണി. ആ രവിപുത്രനും മഹാഭാഗനും ആയ സാവർണി യഥാ എപ്രകാരത്തിൽ മഹാമായാനുഭാവേന മഹാമായയുടെ അനുഭാവത്താൽ മന്വന്തരാധിപഃ ബഭൂവ മന്വന്തരത്തിൻ്റെ അധിപതിയായി ഭവിച്ചു എന്ന് കേട്ടാലും. മഹാഭാഗനും സൂര്യപുത്രനുമായ ആ സാവർണി മഹാമായയുടെ അനുഭാവത്താൽ അല്ലെങ്കിൽ പ്രഭാവത്താൽ എങ്ങനെ മന്വന്തരാധിപനായി തീർന്നുവെന്ന് കേട്ടാലും. അപ്പോൾ ഇനി രണ്ടാമത്തെ ശ്ലോകം കഴിഞ്ഞു. മൂന്നാമത്തെ ശ്ലോകം. അപ്പോൾ സാരോജിഷേന്ദരേ പൂർവം ചൈത്രവംശസമുദ്ഭവഃ സുരഥോ നാമ രാജോഭൂത് നമസ്തേ സമസ്തേ ക്ഷിതിമണ്ഡലേ. പൂർവം പണ്ട് സാരോജിഷേ അന്തരേ, സാരോജിഷ മന്വന്തരത്തിൽ, സാരോജിഷേന്തരേ എന്നാണ് ഇവിടെ പദം. സാരോജിഷ മന്വന്തരത്തിൽ ചൈത്രവംശ സമുദ്ഭവഃ ചൈത്രവംശത്തിൽ ഉണ്ടായ ജനിച്ച സുരഥഃ നാമ സുരഥൻ എന്നു പേരായ ആൾ സമസ്തേ ക്ഷിതിമണ്ഡലേ രാജാ അഭൂത് സമസ്ത ക്ഷിതിമണ്ഡലത്തിനും രാജാവായി ഭവിച്ചു. പണ്ട് സാരോജിഷ മന്വന്തരത്തിൽ ചൈത്ര വംശത്തിൽ ജനിച്ച സുരഥൻ എന്ന പ്രസിദ്ധനായിട്ടുള്ള രാജാവ് സകല ഭൂഖണ്ഡത്തിനും രാജാവായി ഭവിച്ചു. അദ്ദേഹം പ്രസിദ്ധനായിരുന്നു, സകല ഭൂഖണ്ഡത്തിലും രാജാവും ആയിരുന്നു. സാരോജിഷൻ രണ്ടാമത്തെ മനുവാണ്. മനുവിൻ്റെ കാലം മന്വന്തരം. സാരോജിഷൻ അഗ്നിപുത്രനാണ്. സ്വരോചസ് അതായത് അഗ്നി, സ്വരോജിസ് അഗ്നി, അഗ്നിപുത്രൻ സ്വാരോജിഷൻ. സ്വരോജിഷ മനുവിൻ്റെ പുത്രനാണ് ചൈത്രൻ. ചൈത്രൻ്റെ പരമ്പരയിൽ പിറന്നവനാണ് സുരഥൻ. അപ്പം സുരഥൻ എന്നതിന് ശ്രേഷ്ഠമായ അർത്ഥമുള്ളവൻ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ രഥമുള്ളവൻ, സുരഥൻ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സുരഥൻ ശ്രേഷ്ഠമായ രഥമുള്ളവൻ എന്ന് പദാർത്ഥം. സുരഥോ നാമ എന്ന പദപ്രയോഗം കൊണ്ട് സുരഥൻ പ്രശസ്തനായി എന്ന് സിദ്ധിക്കുന്നു. ഇവിടെ നമ്മൾ സുരഥൻ എന്ന രാജാവിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. തസ്യ പാലയതഃ സമ്യക് പ്രജാഃ പുത്ര നിവൗരസാൻ ബഭൂവുഃ ഭൂപാഃ
കോലാവിധ്വംസിനസ്തഥാ തസ്യ പാലയതഃ സമ്യക് പ്രജാ പുത്രനിബൗരസാൻ ബഭൂവ ശത്രവോ ഭൂപാഹ കോലാവിധ്വംസിന സ്തഥാ. അഞ്ചാമത്തെ ഇവിടെ നാലാമത്തെ ശ്ലോകം 5 അർത്ഥങ്ങൾ. ഔരസാൻ പുത്രാൻ ഇവ. ഔരസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം പുത്രന്മാരെ പോലെ, സമ്യക് വേണ്ട വിധത്തിൽ, നന്നായി, പ്രജാപാലയത അദ്ദേഹത്തിൻ്റെ പ്രജകളെ സ്വന്തം പുത്രന്മാരെ പോലെയാണ് പാലിച്ചത്. പ്രജകളെ പാലിക്കുന്ന അവന് കോലാവിധ്വംസിന ഭൂപാഹ കോലാവിധ്വംസികളായ ഭൂപന്മാർ ശത്രവഹ ബഭൂവു ശത്രുക്കളായി ഭവിച്ചു. ഔരസപുത്രന്മാരെ പോലെ സമ്യക്കാംവണ്ണം, അതായത് നല്ല പോലെ പ്രജകളെ പരിപാലിച്ചിരുന്ന അവന് കോലവിധ്വംസികളായ രാജാക്കന്മാർ ശത്രുക്കളായി ഭവിച്ചു. ഇവിടെ പുത്രശബ്ദത്തിന് കുലത്തെ ശുദ്ധമാക്കുന്നവൻ എന്ന് ഒരർത്ഥം. അതായത് പുഞ്ഞ് പവനെ എന്ന് നിഷ്പത്തി. നാമ നരകാദ്യസ്മാത് പിതരം ത്രായതേ ഇതി സൂതഃ തസ്മാത് പുത്രഃ ഇതി പ്രോക്തഃ എന്നാണ് പറയുന്നത്. സ്വയമേവ സ്വയംഭൂവ ഇവിടെ എന്നതിൻ പ്രകാരം പുത് നാമ നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറിക നീ. എഴുത്തച്ഛൻ രാമായണത്തിൽ ഈ വരി എഴുതിയിട്ടുണ്ട്. തൻ്റെ ശരീരത്തിൽ നിന്ന് ധർമ്മപത്നിയിൽ ജനിച്ചവൻ ഔരസപുത്രൻ എന്ന്. മനുസ്മൃതി പ്രകാരം പുത്രന്മാർ 12 തരമാണ്. ഔരസപുത്രൻ സവർണയായ ധർമ്മപത്നിയിൽ സ്വശരീരത്തിൽ നിന്നുണ്ടായവൻ. ക്ഷേത്രജപുത്രൻ പുത്രോൽപത്തിക്ക് മുമ്പ് മരിച്ചവൻ. ക്ലീബൻ രോഗി എന്നിവരുടെ ഭാര്യമാരിൽ ഭർത്താവിൻ്റെ അനുമതിയോടെ അനുജൻ തുടങ്ങിയവർ ഉൽപ്പാദിപ്പിക്കുന്ന പുത്രൻ. ദത്തുപുത്രൻ. അങ്ങനെ പുത്രന്മാരെ ഇവിടെ മനുപുത്രന്മാരായിട്ട് നമ്മൾ മനുസ്മൃതി പ്രകാരം പുത്രന്മാര് 12 പേരെ വിവരിക്കുന്നുണ്ട്. അപ്പം അത് കുറേ പേരുണ്ട്. നമുക്കിപ്പോൾ അത് അടുത്ത ഇതിൽ നോക്കാം. കോലവിധ്വംസിനഃ എന്ന പദത്തിന് ഞാൻ അർത്ഥം പ്രത്യേകിച്ച് പറഞ്ഞു തരാം. കോലാപുരം കീഴടക്കിയവൾ അവർ. അതായത് കോലാപുരം ദക്ഷിണ ഭാരതത്തിലെ ഒരു ജനപദം. കോലാപുരത്ത് വെച്ച് അഗസ്ത്യ മഹർഷിക്ക് മഹാലക്ഷ്മി ദർശനം ലഭിച്ചതായി മത്സ്യപുരാണത്തിൽ പറയുന്നു. ഇവിടെ കോ എന്നതിനെ കാ എന്നും ആ ഉ എന്നും ഉച്ചരിച്ച് ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ എന്ന അർത്ഥം കൽപ്പിക്കാം. കോല എന്നതിലെ ല എന്നത് അർച്ചിക്കാൻ ആഗ്രഹിക്കുന്നപ്പോൾ ബ്രാഹ്മണർ എന്നർത്ഥം. കോലന്മാരെ വിധ്വംസിക്കുന്നവർ രാക്ഷസർ. ഈ വ്യാഖ്യാന പ്രകാരം രാക്ഷസർ സുരഥന്റെ ശത്രുക്കളായി എന്നർത്ഥം. ഇത്രയൊക്കെയാണ് അവിടെ. അങ്ങനെയൊക്കെ വിവരിക്കേണ്ട കാര്യമില്ല, അപ്പോഴേ പറഞ്ഞാൽ മതിയായിരുന്നു സുരഥന്റെ ശത്രുക്കളായി എന്നുള്ളത്. പക്ഷേ കോലവിധ്വംസിന ചോദിക്കും, നിങ്ങൾക്ക് സംശയം വന്നാൽ കേൾക്കാൻ. പിന്നെ മൂന്നാമത് കോലസുരഥന്റെ രാജ്യത്തിലുള്ള പട്ടണമാണെന്നും, കോല എന്നുള്ളത് സുരഥന്റെ രാജ്യത്തുള്ളൊരു പട്ടണമാണെന്നും അതിനെ കീഴടക്കിയവർ കോലവിധ്വംസികൾ എന്നും മറ്റൊരു പക്ഷം. കോലം എന്നതിന് പന്നി എന്നും അർത്ഥമുണ്ട്. കോലങ്ങളെ വളർത്തുന്നവർ അതായത് യവനന്മാർ എന്ന് വ്യാഖ്യാന ഭേദം. കോല അവിധ്വംസി എന്ന് പതിച്ചത്. സുരഥരാജ്യം ആക്രമിച്ച ഏതോ ഒരു വർഗം എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ശ്ലോകം 5. തസ്യ തൈരഭവദ്യുദ്ധ ഉദ്ധമതിഃ പ്രബലദണ്ഡിനഃ
തസ്യ തൈരഭവദ്യുദ്ധമതിപ്രബലദണ്ഡിന ന്യൂനൈരപി സതൈര്യുദ്ധേ കോലാവിധ്വംസിഭിः ജിതഃ കോലാവിധ്വംസിഭിർജിതഃ. ഇവിടെ അതിപ്രബല ദണ്ഡിനഃ തസ്യ അതിപ്രബലമായ സൈന്യമുള്ള അവന്, അതായത് തൈഹി അവരോട് യുദ്ധം അഭവത് യുദ്ധം ഭവിച്ചു. സഹ അവൻ ന്യൂനൈരപി തൈഹി കോലവിധ്വംസിഭിः കുറഞ്ഞവരായിരുന്നിട്ടും ആ കോലവിധ്വംസികളാൽ ജിതഃ ജയിക്കപ്പെട്ടു. ഏറ്റവും പ്രബലമായ സൈന്യമുള്ള അവന്, അതായത് സുരഥന്, അവരോട് കോലവിധ്വംസികളോട് യുദ്ധമുണ്ടായി. കുറഞ്ഞവരാണെങ്കിലും അവർ സുരഥനെ തോൽപ്പിച്ചു, അവർ ജയിക്കപ്പെട്ടു. ദണ്ഡത്തിന് സേന എന്നർത്ഥം. ദണ്ഡമുള്ളവൻ ദണ്ഡി. അതിപ്രബലമായ ചതുരംഗ സേന സുരഥന് ഉണ്ടായിരുന്നതിനാൽ അതിപ്രബലദണ്ഡി എന്ന് പ്രയോഗം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, സൈന്യമുള്ള ഏറ്റവും പ്രബലമായ സൈന്യമുള്ള അവന്, അതായത് സുരഥന്, അവരോട് കോലവിധ്വംസികളോട് യുദ്ധമുണ്ടായി. കുറഞ്ഞവരാണെങ്കിലും അവർ സുരഥനെ തോൽപ്പിച്ചു. അല്ലേ? അപ്പം ഇവിടെ ജിതഹ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ജയിക്കപ്പെട്ടു എന്നല്ല, അവർ ജയിക്കപ്പെട്ടു. ആര്? കോലവിധ്വംസികൾ ജയിക്കപ്പെട്ടു. ദണ്ഡത്തിന് സേന എന്നർത്ഥമുണ്ട്, അത് ഞാൻ പറഞ്ഞു. ശ്ലോകം 6. തതഃ സ്വപുരമായാതോ നിജദേശാധിപോ ഭവേത് ആക്രാന്തഃ സമഹാഭാഗസ്തൈസ്തദാ പ്രബലാരിഭിഃ. ആക്രാന്തഃ സമഹാഭാഗഃ തൈസ്തദാ പ്രബലാരിഭിഃ. അപ്പോൾ തൈഹി, അതായത് തൈഹി പ്രബലാരിഭിഃ, ആ പ്രബലന്മാരായ ശത്രുക്കളാൽ ആക്രാന്തഃ ആക്രമിക്കപ്പെട്ടവനായ സമഹാഭാഗഃ ആ മഹാഭാഗൻ തതഃ പിന്നീട് സ്വപുരം ആയാതഃ തൻ്റെ തന്നെ പുരത്തിൽ തിരിച്ചെത്തി. എന്നിട്ട് നിജദേശാധിപഃ അഭവൻ തൻ്റെ ദേശത്തിൻ്റെ മാത്രം അധിപനായി ഭവിച്ചു. അദ്ദേഹം അവിടുന്ന് തോറ്റു നേരെ സ്വന്തം ദേശത്തിൻ്റെ അധിപനായി ഭവിച്ചു. സുരഥൻ ചക്രവർത്തി പദവി നഷ്ടപ്പെട്ട് തൻ്റെ രാജ്യത്തിൻ്റെ മാത്രം രാജാവായി തീർന്നു എന്നർത്ഥം. ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെട്ട് ചക്രവർത്തി പദവി നഷ്ടപ്പെട്ടയാളാണെങ്കിലും മഹാഭാഗൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ആ പരാജയം ദേവിയുടെ നേർക്ക് മനസ്സ് തിരിയാനും ത്രൈലോക്യാധിപത്യത്തിന് അർഹനാകാനും കാരണമായി എന്ന് തുടർന്നുള്ള കഥ വ്യക്തമാക്കും. പരാജയം വിജയത്തിന് പീഠിക ആകുന്നതിനാൽ ഭാഗ്യമായി കണക്കാക്കാം. അതേപോലെ നമുക്കും മാനസികമായി എന്തെങ്കിലും ആപത് സൂചനയോ അല്ലെങ്കിൽ മൃത്യുഭയമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും രോഗഭീതിയോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാം. ഇദ്ദേഹം ആ തോൽവി കാരണമാണ് അദ്ദേഹത്തിന് ദേവീഭക്തി ഉണ്ടായത് എന്നാണ് ഇവിടെ മാർക്കണ്ഡേയ മഹർഷി പറയുന്നത്. ശ്ലോകം 7. അമാത്യൈർബലിഭിർ ദുഷ്ടൈർ ദുർബലസ്യ ദുരാത്മഭിഃ കോശോ ബലഞ്ചാപഹൃതം തത്രാപി സ്വപുരേ സദാ. തത്ര അവിടെ സ്വപുരേ അപി തൻ്റെ രാജ്യത്തുകൂടി സദാ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിലും സ്ഥിതി ചെയ്യുന്ന ദുർബലസ്യ ദുർബലൻ ആരാണത്? തസ്യ ദുർബലനായ അവൻ്റെ, അതായത് ഇവിടെ ആരാണ്? കോശഃ ബലം ച ഭണ്ഡാരവും, കോശം ഭണ്ഡാരം ട്രഷറി എന്നർത്ഥം.
സൈന്യവും ബലിഭിഹി ദുഷ്ടൈഹി ബലവാന്മാരും ദുഷ്ടന്മാരും ആയ ദുരാത്മഭിഹി ദുരാത്മാക്കളും ആയ അമാത്യൈഹി അമാത്യന്മാരാൽ അപഹൃതം അപഹരിക്കപ്പെട്ടു. സാധാരണ പതിവുള്ളതാണല്ലേ, ഒരാൾക്കൊരു വീഴ്ച പറ്റിയാൽ ആ വീഴ്ചയിൽ നമുക്ക് എന്തെല്ലാം മുതലെടുക്കാമോ അതെല്ലാം എല്ലാവരും കൂടെ നിന്ന് മുതലെടുക്കും. അതേപോലെ തന്നെ ഇവിടെ സുരത മഹാരാജാവിനും ഒരു അമളി പറ്റി. ആ കോലവിധ്വംസികൾ അദ്ദേഹത്തെ തോൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമാത്യന്മാരും അദ്ദേഹത്തിൻ്റെ ഓരോരോ ബലങ്ങളായിട്ട് അപഹരിക്കാൻ തുടങ്ങി. അപ്പം അദ്ദേഹം എന്താണ്, ദുരാത്മാക്കൾ ആയിട്ടാണ് അവർ അമാത്യൈഹി, ഒരു ദുരാത്മാക്കളായി എന്ന് പറഞ്ഞാൽ എന്താണ്, ദുഷിച്ച ചിന്തയുള്ളവർ, അങ്ങനെ അപഹരിക്കാൻ തുടങ്ങി. ഇവിടെ തൻ്റെ പുരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദുർബലനായ രാജാവിൻ്റെ കോശവും സൈന്യവും ബലവാന്മാരും ദുരാത്മാക്കളും ദുഷ്ടരുമായ അമാത്യന്മാർ അപഹരിച്ചു. അതായത് ഇവിടെ മന്ത്രാദികളെ സഹായിക്കുന്നവർ കൂടി, അമാത്യൻ, മന്ത്രി മുതലായവർ, അവർ കൂടി രാജാവിനെ ഓരോന്നായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. കോശഹ അർത്ഥസംഘാതം, സമ്പത്ത്, പിന്നെ എല്ലാത്തരം സമ്പത്തിനെയും പൊതുവെ കുറിക്കാൻ അങ്ങനൊരു പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. കോശം, കോശം എന്ന് പറഞ്ഞാൽ ട്രഷറി, എല്ലാം സൂക്ഷിക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു സ്ഥലം. പിന്നെ ബലം, ബലം എന്ന് പറഞ്ഞാൽ സൈന്യം, അത്രയേ ഉള്ളൂ. ശ്ലോകം 9. തതോ മൃഗയാ വ്യാജേന ഹൃദസ്വാമ്യ സഭൂപതിഃ ഏകാകീ ഹയമാരുഹ്യ ജഗാമ ഗഹനം വനം. നമുക്ക് ഇവിടെ സുരതൻ്റെ കഥ തുടങ്ങുകയാണ്. തതോ മൃഗയാ വ്യാജേന ഹൃദസ്വാമ്യഃ സഭൂപതിഃ ഏകാകീ ഹയമാരുഹ്യ ജഗാമ ഗഹനം വനം. തതഃ പിന്നീട് ഹൃദസ്വാമ്യഃ സ്വാമിത്വം അപഹരിക്കപ്പെട്ട, ഹൃദം അപഹരിക്കുക, ആ ഭൂപതി രാജാവ്, സഭൂപതി ആ രാജാവ്, മൃഗയാ വ്യാജേന നായാട്ടിന് എന്ന വ്യാജത്താൽ, ഏകാകി ഒറ്റയ്ക്ക്, ഹയം ആരുഹ്യ ഹയം എന്ന് പറഞ്ഞ കുതിര, കുതിരപ്പുറത്തു കയറി, ഗഹനം വനം ജഗാമ ഗഹനമായ വനത്തെ പ്രാപിച്ചു. അതിന് ശേഷം ഭണ്ഡാര സൈന്യാദികൾ നഷ്ടപ്പെട്ട് സ്വാമിത്വം ഇല്ലാതായ ആ രാജാവ് ഏകാകിയായി നായാട്ടിനെന്ന വ്യാജത്താൽ കുതിരപ്പുറത്തു കയറി ഗഹനമായ വനത്തിൽ എത്തിച്ചേർന്നു. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വശം, മന്ത്രിമാർ കോശവും സൈന്യവും കൈവശപ്പെടുത്തിയപ്പോൾ രാജത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സഹായികൾ ആരുമില്ല. തടവിലാക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ സംഭവിച്ചേക്കാമെന്ന അവസ്ഥയിൽ അകപ്പെട്ട രാജാവ് നായാട്ടിനെന്ന മട്ടിൽ ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ശ്ലോകം 9. സതത്രാശ്രമമദ്രാക്ഷീത് ദ്വിജവര്യസ്യ മേധസഃ പ്രശാന്തശ്വാപദാകീർണം ആപദാകീർണം പ്രശാന്തശ്വാപദാകീർണം മുനിശിഷ്യ ഉപശോഭിതം. സഹ അവൻ, അദ്ദേഹം, ആ സുരത രാജാവ്, തത്ര അവിടെ, ദ്വിജവര്യസ്യ മേധസഃ ദ്വിജവര്യനായ മേധസ്സിൻ്റെ, പ്രശാന്തശ്വാപദാകീർണം ശാന്തസ്വഭാവമുള്ള ജന്തുക്കൾ നിറഞ്ഞതും, മുനിശിഷ്യ ഉപശോഭിതം മുനിശിഷ്യന്മാരാൽ ഉപശോഭിതവും ആയ ആശ്രമം, ആ ആശ്രമത്തെ അദ്രാക്ഷീത് കണ്ടു. രാജാവ് അവിടെ
ദ്വിജവര്യനായ മേധസ്സിൻ്റെ പ്രശാന്ത ശ്വാപദാകീർണവും മുനിശിഷ്യന്മാരാൽ ഉപശോഭിതവുമായ ആശ്രമം കണ്ടു എന്നർത്ഥം. ഈ വ്യാഖ്യാനപ്രകാരം പാഠം ദ്വിജവര്യ സുമേധസഹ എന്നാണ്. അല്ലയോ ബ്രാഹ്മണവര്യ, സുരഥൻ സുമേധസ്സിൻ്റെ ആശ്രമം കണ്ടു എന്നാണ് അന്വയാർത്ഥം വരേണ്ടത്. ശ്വാപദം എന്നാൽ ഹിംസ്രമൃഗം, ഇര തേടുന്ന മാംസഭുക്കായ മൃഗം, കടുവ, പുലി എന്നെല്ലാം അർത്ഥം. സ്വഭാവേന ക്രൂരങ്ങളായ ഈ ജന്തുക്കൾ സഹജമായ ഹിംസ വെടിഞ്ഞ് പ്രശാന്ത സ്വഭാവമുള്ളവയായി ഈ ആശ്രമത്തിൽ കഴിയുന്നു. അങ്ങനെയുള്ള മൃഗങ്ങളാൽ നിറഞ്ഞത്, വ്യാപിക്കപ്പെട്ടത് എന്ന് പറയുന്നതുകൊണ്ട് ആശ്രമ പരിസരത്തിൽ എത്തിയപ്പോൾ അവയുടെ ഹിംസ്രത നീങ്ങിപ്പോയി എന്നും ശാന്തമായ ജീവിതം ഇഷ്ടപ്പെടുന്ന മൃഗങ്ങൾ ആശ്രമ പരിസരം വിട്ടുപോകാതെ അവിടെ തന്നെ കഴിയുന്നു എന്നും വ്യക്തമാകുന്നു. ആശ്രമത്തിൽ വസിക്കുന്ന മുനിയുടെ ചുറ്റും ശാന്തി പ്രസരിക്കുന്നു എന്നർത്ഥം. മുനിയുടെ ശിഷ്യന്മാരാൽ ഉപശോഭിതം, മുനിശിഷ്യോപശോഭിതം. മുനി എന്ന് പറഞ്ഞാൽ മനനശീലന്മാരായ ശിഷ്യന്മാരാൽ ഉപശോഭിതം എന്ന് മനനശീലന്മാരായ ശിഷ്യന്മാർ തേജസ്വികളാണെന്നും അവരുടെ തേജസ് കൊണ്ട് ആശ്രമ പരിസരം ശോഭിക്കുന്നു എന്നും ആണ് ഇതിൻ്റെ അർത്ഥം. ശ്ലോകം 10. തസ്ഥൗ കംചിൽ സകാലം ച മുനിനാ തേന സത്കൃതഃ ഇതശ്ചേതശ്ച വിചരൻ തസ്മിൻ മുനിവരാശ്രമേ. ഇവിടെ മുനിയാൽ സൽക്കരിക്കപ്പെട്ട ആ രാജാവ് അവിടെയും ഇവിടെയും ചുറ്റിത്തിരിയുന്നവനായി മുനിവരന്റെ ആശ്രമത്തിൽ കുറച്ചുകാലം താമസിച്ചു. അദ്ദേഹത്തിന് മാനസികമായ അസ്വസ്ഥത ഉണ്ടുതാനും. അങ്ങുമിങ്ങും ചുറ്റി നടക്കാനുള്ള പ്രേരണ ആ അസ്വസ്ഥത കുറയ്ക്കും. അല്ലെങ്കിൽ ആ അസ്വസ്ഥത കൊണ്ടായിരിക്കും അങ്ങനെ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടക്കുന്നത്. മുനിവരാശ്രമേ എന്നതിന് മുനിവര എന്ന് മാർക്കണ്ഡേയൻ ഭാഗുരിയെ സംബോധന ചെയ്യുന്ന രീതിയിലും വ്യാഖ്യാനിച്ചു കാണുന്നു. അപ്പോൾ തസ്മിൻ ആശ്രമേ, ആ ആശ്രമത്തിൽ എന്നിവിടെ അന്വയം. ഇതുവരെയും 10 ശ്ലോകം ഇതുവരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ഓം ശ്രീ ചണ്ഡികായൈ നമഃ.